ഓഗസ്റ്റ് 14 2025 സംഭവം നടക്കുന്നത് കാലിഫോർണിയയിലെ റിവർസൈഡ് കൗണ്ടിയിലെ ഒരു മാളിന്റെ മുന്നിലാണ്. ബിഗ് ഫൈവ് എന്ന ഒരു സ്പോർട്സ് മാളിന്റെ മുൻപിൽ ഒരു അമ്മ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. എൻ്റെ കുഞ്ഞിനെ ഒരാൾ തട്ടിക്കൊണ്ടുപോയി, എൻ്റെ തലക്കടിച്ച് ബോധം കെടുത്തി ആ കുഞ്ഞിനെ ഒരു ട്രക്കിൽ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ആളുകൾ ഓടിക്കൂടി പോലീസിനെ വിളിച്ചു. അവിടെ 911 ആണ്. ആ 911ലേക്ക് കോള് ചെല്ലുന്നു. പോലീസിനെ അവിടെ കാര്യം പറയുന്നു. പോലീസ് പാഞ്ഞെത്തും. അങ്ങനെ പോലീസ് എത്തി അന്വേഷണം ആരംഭിക്കുന്നു. ആ വൈകുന്നേരം രാത്രിയിലേക്ക് നീങ്ങിയതോടുകൂടി അന്വേഷണം കൂടുതൽ ബുദ്ധിമുട്ടേറിയതാകുന്നു. എന്നാലും പോലീസുകാർ എല്ലാ ചെക്ക് പോസ്റ്റുകളും അടച്ചു വളരെ ശക്തമായ രീതിയിൽ അന്വേഷണം നടത്തും. അങ്ങനെ ആ പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ ആളുകൾ, ആ നാട്ടിലെ ആളുകളും ഈ അന്വേഷണത്തിൽ പങ്കുചേരുന്നു. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് വീണ്ടും ആ അമ്മയുടെ മൊഴികൾ എടുക്കുമ്പോൾ പോലീസുകാർക്ക് ചില സംശയങ്ങൾ. മൊഴികൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്നു, സന്ദർഭങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറുന്നു. താൻ കുട്ടിയുടെ ഡയപ്പർ മാറ്റുന്നതിനിടയിൽ ഒരാൾ വന്ന് തന്റെ തലക്കടിച്ച് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞ അമ്മ പിന്നീട് പല പ്രാവശ്യം പല തരത്തിലുള്ള കളറുകളും വണ്ടിയുടെ ഡീറ്റെയിൽസും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ CCTV-യിൽ ഈ സംഭവങ്ങളൊന്നും കുടുങ്ങിയിട്ടില്ല. കാരണം ഇത് ടോയ്ലറ്റിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ CCTV-യിലൊന്നും ഇത് കുടുങ്ങിയിട്ടുമില്ല. പക്ഷേ പോലീസിന് ചില സംശയങ്ങൾ. ആ പോലീസിന്റെ സംശയങ്ങൾ എത്തിപ്പെടുന്നത് അതിഭീകരമായ ഒരു കൊലപാതകത്തിന്റെ കഥയിലേക്കാണ്. കുട്ടിയുടെ അച്ഛന്റെ പാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്, ഇതിന് മുൻപുണ്ടായിരുന്ന ഇയാളുടെ ആദ്യ ഭാര്യയിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഇയാൾ ഉപദ്രവിച്ചതിന്റെ പേരിൽ ഇയാൾക്കൊരു കേസുണ്ട്. അന്ന് ഇയാളെ കോടതി വെറുതെ വിട്ടെങ്കിലും ആ കോടതി വിധി ഇയാൾക്ക് അനുകൂലമായെങ്കിൽ പോലും പോലീസിന് ചില സംശയങ്ങൾ. ഇയാളുടെ വീട് ഒന്ന് സെർച്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു മാറ്റിൽ ചെറിയ ഒരു രക്തക്കറ ഉണ്ടാകുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നതോടുകൂടി പിടിച്ചു നിൽക്കാൻ വയ്യാതെ ഈ റബേക്ക എന്ന യുവതിയും ഈ അവരുടെ ഭർത്താവായ ഹാരോയും ഒരുപോലെ കാര്യങ്ങൾ സമ്മതിക്കുന്നു. ഈ കുഞ്ഞ് ഇമ്മാനുവലിനെ കൊന്ന് ഒരു ഗാർബേജ് ബാഗിൽ കെട്ടി ദൂരെ അങ്ങോ വലിച്ചെറിഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് എവിടെയാണെന്ന് ഇവർക്ക് കൃത്യമായി ഓർക്കാൻ കഴിയുന്നില്ല എന്നാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ഇമ്മാനുവൽ ഇപ്പോഴും എവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പോലീസിനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അന്വേഷണം നടന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഈ കുറ്റവാളികളെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ജഡം, ഈ കുഞ്ഞ് ഇമ്മാനുവലിന്റെ ജഡം ഇതുവരെയും ലഭിച്ചിട്ടില്ല.